ഈ ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പുറത്തു വന്നത്. ഒന്ന് അഴിമതിയുമായി ബന്ധപ്പെട്ട്, കാരണം മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വച്ച് നൽകാമെന്ന് പറഞ്ഞ വലിയൊരു ഫണ്ട് പിരിക്കുകയും ഒരു വീട് പോലും ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ കണ്ടിട്ടില്ല. പിന്നീട് രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിന്റെ മുഴുവൻ യുവ നേതാവായി മാറിയിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിനെതിരെയും വലിയ രീതിയിൽ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് സംഭവങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ബിലാവൽ ഭൂട്ടോ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ നദികളെല്ലാം കൂടെ ഞങ്ങൾ പിടിച്ചെടുക്കും. ഒറ്റ നദി പോലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആൾക്കാർ നിർജ്ജലീകരണം കൊണ്ട് മരിക്കുകയാണ്. രാജസ്ഥാൻ അതിർത്തിയിൽ അങ്ങനെ കണ്ട് ദമ്പതികളെ നിർജ്ജലീകരണം കൊണ്ട് മരിച്ച നിലയിൽ ഒറ്റ നദി പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും പിടിച്ചെടുക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പോലെയാണ് കോൺഗ്രസിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം ഇങ്ങനെയാണ്. ഗരീബി ഹട്ടാവൂ. ഇപ്പം നരേന്ദ്രമോദി വേണ്ടി വന്നു ദാരിദ്ര്യം ലഘൂകരിക്കാൻ. 26% നിന്ന് 5%, അതായത് 26% ദാരിദ്ര്യം ലഘു. 26% പേരെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് BJP NDA ഗവൺമെൻറ്. എന്ന് പറയുന്ന പോലെ കാര്യം നടക്കണമെങ്കിൽ BJP വേണമെന്നുള്ളൊരവസ്ഥയാണിപ്പോൾ. ഇവിടെ പറഞ്ഞത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് 2.40 അല്ലേ കോടി രൂപ മുടക്കി വീടുകൾ നിർമ്മിക്കും. അപ്പോൾ എല്ലാ മണ്ഡലങ്ങൾക്കും ഇത്ര രൂപ വീതം പിരിക്കണം എന്നുള്ള നിർദ്ദേശവും നൽകി. കണക്കുമില്ല, കാര്യവുമില്ലെന്നല്ല. ആശാന്മാർ പിരിച്ചെടുത്തിട്ട് പുട്ടടിച്ച് കളഞ്ഞു എന്നുള്ളതും അറിയത്തില്ല. ഒരു കണക്കുമില്ല. ഇപ്പം മിണ്ടാട്ടമില്ല, ഉരിയാട്ടമില്ലാതിരിക്കുക, വീടുമില്ല. പാവങ്ങൾ കൊതിച്ചു. അടച്ചുറപ്പുള്ള വീട്ടിനകത്ത് താമസിക്കാമല്ലോ. യൂത്ത് കോൺഗ്രസിൻ്റെ സംഭാവനയാണ്. താക്കോൽ കൈമാറ്റാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാന ശില പോലും ഇതുവരെ ആളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നേ. അതാണ് അവിടെ നടന്നത്. എന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ നോക്കൂ, കോൺഗ്രസ്സിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്? കോൺഗ്രസ്സിൽ തന്നെ അതിൻ്റെ മൂത്ത കോൺഗ്രസ് ഉണ്ടല്ലോ, അതിൽ സെമി കേഡറാക്കുമെന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു, KPCC പ്രസിഡൻറ്റ്. അങ്ങേര് ഇങ്ങോട്ട് ഉഷാറായി വന്നപ്പോഴത്തെ അങ്ങേരെ തൊപ്പി തെറിച്ചു. സെമി കേഡറും ഇല്ല, ഒരു കേഡറും ഇല്ല. ഇപ്പോൾ കേഡറും കൂടെ പോയി. മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടെ പിന്നെ നിലമ്പൂർ ജയിച്ചു, കാര്യം ശരി തന്നെ. അതിൻ്റെ സഹായമില്ല, നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ കുരുമുളക് വള്ളി വേണമെങ്കിൽ ഒരു മരം വേണമല്ലോ പടരാൻ എന്ന് പറയുന്ന ഒരു തേന്മാവ് വേണമല്ലോ. ആ തേന്മാവാണിപ്പോൾ, തേൻ നിലാവാണിപ്പോൾ ശരിക്കും മുസ്ലിം ലീഗ് എന്ന് വന്നിരിക്കുക. അല്ലെങ്കിൽ തറയിൽ കിടക്കും, വളരുകയില്ല, കായ്ക്കത്തുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ്. അതിൻ്റെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന, അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കേമനായ പാലക്കാട്ട് പോയി വിക്ടറി നേടിക്കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി കഴിഞ്ഞ ശേഷവും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് അങ്ങനെ അങ്ങ് തുടരില്ല. ഞാനിവിടുന്ന് മാറത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ മാറത്തില്ല. അപ്പോൾ അവിടെ നേതൃയോഗത്തിൽ അണികളെല്ലാം ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു മാറണം. 2 പദവികൾ വഹിക്കരുതെന്നായിരുന്നല്ലോ ഇതിനകത്തെ ചിട്ട. അതിൻ്റെ നിയമം അങ്ങനെ. ഇതിനകത്ത് നിയമവും ചിട്ടയൊന്നുമില്ല. അങ്ങനെ വരരുത്, നിങ്ങൾ ബന്ധപ്പെട്ട് വരരുത്, നമുക്ക് ഇഷ്ടം, ഞാൻ മാറത്തില്ല, ഉറച്ചൊരിരിപ്പ് ആകാശവരെ പോകുമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവിടെ. അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നടത്തിയ ചിട്ടയും കേഡറും ഒന്നുമില്ലാതെ നടത്തിയ ഒരു പ്രവർത്തനം, കേഡർ പാർട്ടി ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം നിലമ്പൂരിൽ ചെയ്തിരുന്നു. അതിൻ്റെ പേരിൽ പാർട്ടിയിൽ കുറച്ച് അസ്വാരസ്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഓർമ്മയുണ്ടല്ലോ? അവിടുത്തെ കോൺഗ്രസിൻ്റെ ശത്രുവായിട്ടുള്ള, കോൺഗ്രസ് അവരുടെ മുന്നണിയിൽ വേണ്ട എന്ന് പറഞ്ഞ PV അൻവറിനെ രായ്ക്കു രാമാനം രഹസ്യമായിട്ട് ഒരു സംബന്ധത്തിന് പോയി കാണാൻ വേണ്ടിയിട്ട് സംബന്ധം കൂടി പുള്ളിയുമായിട്ടങ്ങ് ഒളിച്ചായിരുന്നു, ആരും അറിയിക്കാതെ, പത്രക്കാരെ അറിയിക്കാതെ. PV അൻവറല്ലേ ആള് ചോർത്തി കൊടുത്തു. PV അൻവറിൻ്റെ ആൾക്കാരിങ്ങനെ നിൽക്കുക 4 ചുറ്റും. അയാളെ കൊല്ലുമെന്ന് നമ്മളുടെ പേടിയിലിരിക്കുക മനുഷ്യൻ. അതുകൊണ്ട് ചുറ്റും ക്യാമറകൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുക. മൊബൈൽ കൊണ്ട് അല്ലാത്തതൊക്കെ മൊബൈലിൽ പിടിക്കാനും വേണ്ടി അനുയായികളെ ഏർപ്പെടുത്തി വെച്ചിരിക്കുക, പൈസയും കൊടുത്ത്. അവർ 4 വശത്തുനിന്ന് ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയുടെ അപ്പം തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എത്തിച്ചു. ആരും അറിയത്തില്ലെന്ന് വിചാരിച്ച് തലയെ മുണ്ടിട്ടും പോയതാണ്. ഈ രഹസ്യ ജാരന്മാരൊക്കെ പോകുന്ന പോലെ മുഴുവൻ ഓപ്പണായിട്ട് ആ രഹസ്യം മുഴുവൻ ഈ അരമന രഹസ്യം അങ്ങാടി പാട്ടായെന്ന് പോലെ ആയി. യാതൊരു വിശദീകരണമില്ലാതെ കയ്യോടെ പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പണ്ട് കോഴിക്കോട്ടങ്ങാണ്ട് പോയ സമയത്ത് കയ്യോടെ പത്രക്കാർ പിടിച്ചതുപോലെ ഒരു അനുഭവം. തലയിൽ കയ്യും വെച്ചിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ ഒരു അനുഭവം, രാഷ്ട്രീയ അനുഭവമാണ്, അല്ലാത്ത അനുഭവം അല്ലിത്. PV അൻവറിനെ കണ്ടെന്ന് പറഞ്ഞ് ഞാനതൊരു ഉപമയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് സംബന്ധമൊന്നും അല്ല, രാഷ്ട്രീയ സംബന്ധത്തിന് പോയതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടായതിനിടയ്ക്ക് അത് പാർട്ടിക്ക് വിരുദ്ധമായിട്ട്, പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമായിട്ട്
VD സതീശൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ട്, നിലമ്പൂരിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തോളിൽ താങ്ങിയ VD സതീശനും വിരുദ്ധമായിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു. കാരണം രാഹുൽ അവസാനം VD സതീശനെ തള്ളിപ്പറയേണ്ട അവസ്ഥ വന്നു. VD സതീശൻ തള്ളിപ്പറയുന്നത് നാണക്കേടാണ്, പൊളിറ്റിക്കലി നാണക്കേടാണ്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ MV ഗോവിന്ദൻ മാഷ് RSSുമായിട്ട് ഞങ്ങൾ സംബന്ധം ഉണ്ടാക്കിയിരുന്നു എന്ന് പറയുന്ന പോലെ ഇവിടെ അദ്ദേഹം ഒരു സംബന്ധം ഉണ്ടാക്കാൻ പോയതാണ്, രഹസ്യബന്ധം. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അത് രാഷ്ട്രീയത്തിൽ വളരെ വലിയ വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില നീക്കങ്ങളൊക്കെ നമുക്ക് ബൂമറാങ്ങായിട്ട് വരും, കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ട് വരും. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാക്കി. അപ്പോൾ ആകപ്പാടെ കൂടി ഇപ്പോൾ ഒരു അലമ്പ് പാർട്ടിയായിട്ട് യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അഭിമാന സംഘടനയായിരുന്നു ഒരു കാലത്ത്. ആ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഒരു അപമാന സംഘടനയായിട്ട് മാറിയിരിക്കുന്ന അവസ്ഥയാണ്. അണികൾ പോലെ പറഞ്ഞാലും മാറാത്ത നേതാവ് എന്ന് പറഞ്ഞു. ഇനി അപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൽ വേറെ എത്രയോ വളർന്നു വരുന്ന യുവാക്കളുണ്ട്. അവർക്കൊന്നും ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കണ്ടേ, വളർന്നു വരണ്ടേ? ഇവർ തന്നെയാണ്, ഈ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ് പറയുന്നത് ഉമ്മൻചാണ്ടി മണ്ഡലം കീഴടക്കിയിരിക്കുന്നു, അവിടെ നിന്ന് മാറി തരുന്നില്ല. അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലം കരസ്ഥമാക്കിയിരിക്കുന്നു, മാറുന്നില്ല. ഇങ്ങനെ മാറുന്നില്ല, നിങ്ങൾ മാറിത്തരണം, നിങ്ങൾക്ക് പ്രായമായി, എണീറ്റ് പോ എന്ന് പറഞ്ഞ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ അതിൻ്റെ പ്രസിഡന്റ് എണീറ്റ് പോകാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതും പോട്ട്, വെറുതെ പോകണ്ട, നിങ്ങൾ MLA സ്ഥാനം തന്നല്ലോ, അതിൻ്റെ ശമ്പളം കിട്ടുന്നു, DA കിട്ടുന്നു, TA കിട്ടുന്നു, ഇനി പെൻഷനും കിട്ടും. മനുഷ്യ ഒന്ന് എണീറ്റതാ, ഞങ്ങളൊന്ന് ഇരിക്കട്ടെ, ഞങ്ങൾക്ക് മുട്ടുന്നു അവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് കൊതിയാവുന്ന അവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടും അനക്കമില്ല, ഞാൻ മാറില്ല എന്ന് പറഞ്ഞ് ഒരൊറ്റ ഇടിപ്പ, ഞാൻ ഇവിടുന്ന് മാറും. സാറ് സൂചിപ്പിച്ചതിൽ കോൺഗ്രസ് മാറി കൊടുക്കണം, കോൺഗ്രസിലെ നേതാക്കൾ അല്ലേ, ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന് ഇരിക്കാൻ വേണ്ടി കോൺഗ്രസിലെ നേതാക്കൾ. K. സുധാകരനൊക്കെ നിങ്ങൾ മാറ്റിക്കണം, പക്ഷെ ഞാൻ ഇവിടുന്ന് മാറില്ല എന്നുള്ളൊരൊറ്റ കടും പിടുത്തത്തിലിരിക്കുകയാണ്. നാണമില്ലേ ഇവർക്കൊക്കെ? യൂത്ത് കോൺഗ്രസ് അല്ലേ, കുറച്ചൊക്കെ നാണും മാനും വേണ്ടേ? നിങ്ങളൊരു അധികാര കസേരയിൽ ഇങ്ങനെ. അപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നല്ല പയ്യനായിരുന്നു, കാരണം നല്ല ഇമേജ് ഉണ്ടാക്കി വന്ന പയ്യനാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഐഡൻറ്റിറ്റി കാർഡ് കേസിൽ പോലീസ് രായ്ക്ക് രാമാനം വന്ന് പിടിച്ചപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല അനുതാപം അദ്ദേഹത്തോടുണ്ടായിരുന്നു. നല്ല ഒരു വാഗ്മിയാണ്. പിണറായി എന്ന് വിളിക്കാൻ ചങ്കൂറ്റം കാണിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ്. കുറച്ച് ബഹുമാനം കാണിക്കണം, പ്രായത്തെ ബഹുമാനിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിണറായി വിജയിക്കുന്നതല്ല, നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള കണ്ടൻറ് എന്താണെന്നുള്ളതാണ്. ദാറ്റ് മാറ്റേഴ്സ്, നോട്ട് വാട്ട് യു കോൾ ബട്ട് വാട്ട് യു സേ, ദാറ്റ് മാറ്റേഴ്സ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ഈ നമുക്ക് വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന നേതാവ് കടിച്ചു തൂങ്ങി അധികാരത്തിരിക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ തനിക്കോണം കാണിക്കുക. അധികാരത്തിൽ നിന്ന് മാറിക്കൊടുക്കത്തില്ല, MLA മണ്ഡലത്തിൽ നിന്ന് മാറിക്കൊടുക്കത്തില്ല. അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം വീണ്ടും സൃഷ്ടിക്കുകയാണ്. ഇവരേത് പരിഷ്കാരത്തിന് വേണ്ടി വാദിച്ചോ, അധികാരം പ്രായം കുറവുള്ളവർക്ക് വേണ്ടി അധികാര സ്ഥാനങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ആ പ്രഖ്യാപിതമായിട്ടുള്ള നയങ്ങളെ അവർ തന്നെ നശിപ്പിച്ച് കളയുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ പിന്നെ തന്നെയല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ വീരവാദം അതിന് ഒരു തരത്തിലുള്ള അർത്ഥവുമില്ല, പ്രസക്തിയും ഇല്ലെന്നുള്ള തെളിയിക്കുന്നതാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഇത്രയും വീടുകൾ വെച്ച്. അല്ല, അവർ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിലായിരുന്നു കുറച്ചു നാൾ. അവിടെ നിന്ന് കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല. പണം തന്നാൽ ഈ വഴി പോകുമല്ലോ. അവർ വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ ചെയ്തു. ഇന്ന തുക തരാമെന്ന് അവർ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു തുക, നല്ല തുക, 50 വർഷത്തെ ഈടിൽ 50 വർഷം. അല്ല, കേന്ദ്ര സർക്കാർ കൃത്യമായി യൂത്ത് കോൺഗ്രസിനെ ഏൽപ്പിക്കണമായിരുന്നു. യൂത്ത് കോൺഗ്രസിനെ ഏൽപ്പിക്കുക, എല്ലാം വല്ലതും നടന്നേനെ. 50 വർഷത്തെ ഇടവേള. അന്ന് കോൺഗ്രസ് ചിലപ്പോൾ കേരളത്തിൽ ഉണ്ടാവുമെന്ന് സംശയമാണ്. കോൺഗ്രസ് അടയ്ക്കേണ്ടി വരത്തില്ല, അത് BJPക്കാർ തന്നെ അടച്ചോളും 50 വർഷം കഴിയുമ്പോൾ. അത് വേണ്ടി വരില്ല. അടുത്ത ഒരു തെരഞ്ഞെടുപ്പോടുകൂടി BJP അതിൻ്റെ പേര് ഉറപ്പിക്കും. ഇപ്പോൾ BJPയുടെ തന്നെ ബാധ്യതയായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തത്. അതിനെക്കുറിച്ച് അവർ വലിയ ബഹളമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അന്ന് CPM കാണുകയില്ല, കോൺഗ്രസും കാണുകയില്ല. BJP തന്നെ ഭരിക്കും, BJP തന്നെ അത് കൃത്യമായിട്ട് അടയ്ക്കുകയും ചെയ്യും. കാരണം അഴിമതിയിലേക്ക് പോകാൻ കേന്ദ്രം സമ്മതിക്കില്ല, കഴുത്തിന് പിടിക്കും അതിലേക്ക്. അപ്പോൾ അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നമ്മൾ ഉണ്ടായിരുന്ന പ്രതീക്ഷയെല്ലാം ഈ യുവ നേതാക്കൾ തന്നെ നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ കോൺഗ്രസ് അടുത്ത തലമുറ രാഷ്ട്രീയക്കാരല്ലേ ഇവർക്ക് ശേഷം വരേണ്ടത്. അവരിലെങ്കിലും പ്രതീക്ഷ അർപ്പിച്ചാൽ അതുപോലും അർത്ഥശൂന്യമാണെന്നാണ് ഇവരുടെ ഈ രാഷ്ട്രീയ കോപ്രായങ്ങൾ, പറാട്ടു നാടകങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് മുമ്പിൽ മനസ്സിലാക്കിച്ച് തരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.